ഹലോ, ഇന്നൊരു കുറുക്കുണ്ടാക്കുന്ന വീഡിയോ കാണാവേ. ആബേലിന് ഒരു 6 മാസം ആയപ്പോൾ തൊട്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നേ, എന്നതാ കുറുക്കിൽ ആഡ് ചെയ്യുന്നത്, എന്നൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തില്ല. ഇതിപ്പോൾ ആബേൽ എല്ലാ ഫുഡും തന്നെ കഴിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു നേരം അവനിങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഓരോ ദിവസം ഓരോ മാതിരിയായിരിക്കും. മെയിനായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന ഈ മുത്താറിയും ഗോതമ്പും. അതൊരു 15-30 മിനിറ്റ് ഒക്കെ ഞാനൊന്ന് കുതിർത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവേ. എന്നിട്ട് ആ അരച്ചതിൻ്റെ അകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട് ഇടും. അത് ഇപ്പോൾ ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇന്നിപ്പം ബദാമും അണ്ടിപ്പരിപ്പും ഉണ്ട്, അല്ലെങ്കിൽ വാൾനട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണേ ആഡ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി കൂടിപ്പോകും. ഒരു നേരമല്ലേ കൊടുക്കുന്നുള്ളൂ. ബാക്കി വേസ്റ്റ് ആയി പോകും. ഞാൻ കളയാനും മാത്രം ഉണ്ടാക്കാറില്ല, ഇത്തിരി കുറഞ്ഞു പോയാലും. ഇത് ഫൈനായിട്ട് അരച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്യുവേ. എന്നാന്ന് വെച്ചാൽ ഇവൻ പാല് കാച്ചി കൊടുത്താൽ കുടിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ കുറുക്കാക്കി കൊടുത്താൽ കുടിച്ചോളും. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കാവേ. അവക്കാഡോ ഒക്കെ ഞാൻ എടുക്കുന്നെങ്കിൽ കുറച്ച് കൽക്കണ്ട ആഡ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. അഡീഷണൽ ആയിട്ട് മധുരത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സിൽ ഡേറ്റ്സ് എടുത്താലും ഇതിനകത്ത് കൽക്കണ്ടം ഇടാറില്ല കേട്ടോ. പിന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കുറുകുവേ. പിന്നെ എല്ലാ പിള്ളേർക്കും എല്ലാം ഒന്നും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. ഇവന് അമൃതം പൊടി ഇഷ്ടമേ അല്ല കേട്ടോ. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കാറില്ല. കുളിയും കഴിപ്പും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു ഉറക്കം നിർബന്ധം. അപ്പോൾ ഉറങ്ങിയിട്ട് വരാവേ.